പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം ചോദിച്ചുള്ള ആദ്യം, പിന്നെ പറഞ്ഞു പറഞ്ഞ ദിവസങ്ങൾ ഒരുപാടായി. പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും നല്ല ഒരു സിനിമ, രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത്. മസ്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിന്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ. അതിന്റെ സബ്ജക്ട് കേട്ടപ്പോ എനിക്കായിട്ട് അറിയില്ലായിരുന്നു, പക്ഷെ അതൊരു റിയൽ ലൈഫായിട്ട് വളരെ സാമ്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയല്ലേ? ശരി അല്ലേ? ഒരു റിയൽ ലൈഫ് അല്ല, പല ആൾക്കാരുടെ ജീവിതമായി അല്ല, ഈ നമ്മുടെ പ്രത്യേക ഇൻസിഡൻസ് തന്നെ ഒരു റിയൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതുപോലെയല്ല, സിനിമാറ്റിക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലെ? പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്കുണ്ടാവുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്, രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ്. അതാണ് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ പറയുന്നത്. പിന്നെ രാസ്ത എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്, അല്ലെ? പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ഏകദേശം ഒരു മലയാള വാക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു വാക്കായിട്ട് മാറി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് വലിയ സിനിമകൾ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വലിയ ബജറ്റുകളുമായിട്ട് വരുന്ന പല സിനിമകളും നന്നാവുന്നില്ല ഞാൻ പറയുന്നത്, നന്നാറുണ്ട്. പക്ഷെ എങ്കിലും ഇത് നമ്മളെ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക പരിമിതമായ ചെലവിൽ നിന്നുകൊണ്ടിട്ട് ഗംഭീരമായിട്ട് ഒരു സിനിമ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നിർമ്മാതാവ് ലിബിനും അതുപോലെ തന്നെ അനീഷിനും ഞാൻ ഒരു പ്രത്യേക കയ്യടി ഈ സമയം തരികയാണ്. കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ലൊക്കേഷൻസ്. കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിബിനും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം, അവർ മാത്രമല്ല നമ്മുടെ മസ്കറ്റിൽ ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒമാനിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഗംഭീരമായിട്ടുള്ള നടീനടന്മാർ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു. അത്രയും ഗംഭീരമായ ആക്ടേഴ്സും അവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു, വളരെ സന്തോഷം. അപ്പൊ ഇത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം, എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ന് വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പം അവിടുത്തുകാരനായി മാറി എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്, ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന ഒരു കൂട്ടർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എന്റെ കഥാപാത്രം ചെയ്യുന്നത്. ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ്, വളരെ സന്തോഷം. അപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ്. അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും. അപ്പോ രാസ്തയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ജനുവരി 5 റിലീസ് ആവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ്ട് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്തോ അലർജി ഒക്കെ വന്നു അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ അറിഞ്ഞു, ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെ അറിഞ്ഞാണ് ഞാനത് പറയുന്നത്. ഞാൻ പറഞ്ഞു, അതായത് എന്റെ വിചാരം നമ്മൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗൺ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ കോസ്റ്റ്യൂംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു. അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു. അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത. ഒരു എനർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയിസൺ ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ ടെൻഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ.
ഇപ്പൊ അല്ല, അപ്പൊ തന്നെ സെറ്റായി, കുഴപ്പമില്ല. ചേട്ടന് കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ഇർഷാദൊക്കെ ആയിട്ട് അല്ലേ? അതെ, ചേട്ടന് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇർഷാദിക്കേനെയും കൂടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. എന്റെ കഴുത്തിൽ എന്തായിരുന്നു നമുക്ക് കഥകളൊക്കെ അറിയിച്ചിട്ടുണ്ടോ അവിടെ അല്ലേ? കഴുത്തിലോ? കഴുത്തിൽ പാമ്പ് ശിവനായിരുന്നല്ലോ ഞാൻ. വലിയ സന്തോഷം. ഞാൻ പറയില്ല, ഞാനത് പറയില്ല. അല്ല പറയാ, ഇർഷാദ് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ. പറയണം, എന്താ സത്യം അതല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കഥയാണ്. ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു അവശ പറഞ്ഞത്. എന്തോ അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു അപ്പൊ ഇതാണ് ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ്. മനസ്സിലായില്ലേ? ഇത് എന്താണ് പുറക്കിലും ആകരുത്, തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. സുധീഷിനെ കുറിച്ച് ഇർഷാദ് പറയുന്ന കേട്ടാ ഞെട്ടും. എന്റെ കൂടെ എന്തിനാണ് പറയുന്നത്? ഞാൻ പറയാതെ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. അനീഷ്, ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ജോഷ് സാറിന്റെ കൂടെ ഒക്കെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും യോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നീട് പടം വന്നപ്പോ അനീഷ് നിങ്ങൾക്ക് അപ്പൊ ഇത് മുന്നെന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് വലിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല 2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു, ഏത് വഴിയെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഇതിനെ പറ്റി പറയുന്നത് ചായ ഒക്കെ വിളപ്പി തന്നിരുന്ന അദ്ദേഹം ലൊക്കേഷനില് വീട്ടിൽ നിന്ന് കഴിയുണ്ടായി കൂട്ടും വൈഫ് ഇവ ചായ വളർന്നു. ഞങ്ങളവിടെ അല്ലെ നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചതൊക്കെ കേട്ടു എന്നൊക്കെ കഥയൊക്കെ എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല. അപ്പൊ 4 മണിക്ക് ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും നമ്മളിപ്പോ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇർഷാദ് പറഞ്ഞത്, വരുത്തി തീർത്ത് പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത്. അവസാനം ലൊക്കേഷനിൽ പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരത് അകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമയല്ല അത്. അത്രയും കഷ്ടപ്പെട്ടവരാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കാര്യം. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ, നമ്മള് കേരളത്തിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഹരിതും നമ്മുടെ നായികയും അനീഷും വിഷ്ണു ക്യാമറ കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അത് ഞാനിവിടെ വന്നപ്പോ ദിനേശേട്ടനായിട്ട് ദിനേശേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്. ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണാൻ തോന്നും. അത്രമേൽ അവര് എഫർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില്. എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. ക്രിസ്മസിന് തന്നെ അല്ലെ വിജയ് ഇപ്പൊ എന്നോട് പറയുന്നത്, ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം. അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയും. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടാലോ? എന്റെ അമ്മേ, ഇത് ആദ്യം ട്രെയിലർ, അതിനേക്കാളും ക്യൂരിയോസിറ്റി, നമുക്ക് ഭയങ്കരമായിട്ടൊരു എക്സ്പെക്ടേഷൻ കൂട്ടുന്ന ഒരു സംഭവമായിപ്പോ ഇതിന്റെ മേക്കിംഗ് വീഡിയോ. ഇത് കണ്ടപ്പോ എനിക്ക് വിളിക്കാൻ തോന്നുന്ന ഒരാൾ ദേ ഇരിക്കുന്നു. സജാന ഖാല് ഒന്ന് വരും, ഒന്ന് ചോദിക്കട്ടെ. ഹലോ, നമസ്കാരം. എന്തായിരുന്നു ചോദിക്കാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ടില്ലേ? കണ്ടു കണ്ടു, അതിനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അനീഷ്ക ആൻഡ് ലിൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ആൻഡ് താങ്ക് യു വിജയ് ചേട്ടാ എന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൽ താങ്ക് യു സോ മച്ച്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ്. കാരണം ഞങ്ങളൊരു നമ്മളെ ക്രൂവിലുള്ള കുറച്ച് പേര് മാത്രം ഇവിടുന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, ഇടയ്ക്ക് പോകും, ട്രിപ്പ് ഇടും, എന്നിട്ട് തിരിച്ചു വരും, ഷൂട്ടിങ്ങും. പക്ഷെ ഞാനൊന്നല്ല, ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കുന്ന നമ്മുടെ ഡയറക്ടറും DOP-യും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്കാണ് ശരിക്കും ഒരു കൈയടി കൊടുക്കേണ്ടത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരു കംപ്ലൈന്റും പറയാതെ ഡേ ടു നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി. ആൻഡ് അതാണ് എക്സ്പീരിയൻസ്. ഇതിന്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോ ഒമാനിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഇത്ര കഷ്ടപ്പെടേണ്ടി വരും? ഇല്ല, നമ്മൾ ഇത്ര ഒന്നും വിചാരിക്കില്ലല്ലോ. അത് അറിയായിരുന്നെങ്കിൽ ആദ്യം പോകില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി അത് കൂടാതെ എനിക്ക് പറയാനുള്ളത്, ലിനു ചേട്ടന്റെ നേരത്തെ അനീഷ്ക പറഞ്ഞ പോലെ ലിനു ചേട്ടൻ മോർ ദാൻ എ പ്രൊഡ്യൂസർ ഒരു ബ്രദർലി ഫീലാണ്. നമുക്ക് എന്താ പോയി പറയാം, സംസാരിക്കാം, ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓൾസോ പറഞ്ഞ പോലെ പുയിവാരി അറിയില്ലായിരുന്നു എല്ലാവരുടെയും കൂടെ. അങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ താങ്ക് യു. ആൻഡ് ബാക്കി എല്ലാവരും, സുധി ചേട്ടൻ, ഷാഹ് ഖാൻ, അനക, ആരാധ്യ, വേണു ചേട്ടൻ, അവൻ ടീമിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നല്ലൊരു ഒരു ഫാമിലിയോടെയാണ് ഈ സിനിമ ചെയ്തത്. സോ യെസ്. ആദ്യം ഷൂട്ട് ചെയ്തത് ഡെസേർട്ടിലായിരുന്നോ അതോ മറ്റേ പാട്ടൊക്കെ ആയിരുന്നോ? ആദ്യം പാട്ടൊക്കെ ആയിരുന്നു, ഡെസേർട്ടിൽ അവസാനം എത്തിയത്. പാട്ടൊക്കെ ഷൂട്ട് ചെയ്തപ്പോ വിചാരിച്ചല്ലേ നല്ല സുഖമായിട്ട് പാട്ടൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു ഫ്ലോയിലൊക്കെ പോകുന്നു വിചാരിച്ചു. പക്ഷെ ഒട്ടും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതെ, നമ്മുടെ നായികനെ കൂടി നായകനെ നിർത്തി ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്. അനക്ക, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? ആദ്യം ഈ ഇവന്റിന് വന്ന എല്ലാവർക്കും നന്ദി. അതെനിക്കും പറയാൻ കേട്ടോ, ആദ്യം പറയാൻ വിട്ടുപോയി. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ എത്തിയതിൽ. ഈ ഇങ്ങനൊരു ചെറിയൊരു ഫംഗ്ഷനിൽ നിങ്ങൾ എല്ലാവരും വന്നതിൽ താങ്ക്സ് അ ലോട്ട്. സോറി, ബാക്കി പറഞ്ഞു. പിന്നെ അവസാനം മൈക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, പറയേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഇത് അറിഞ്ഞത് നേരത്തെ ഈ മേക്കിംഗ് വീഡിയോയിലൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഞാനും ആദ്യം ഈ സ്റ്റോറി കേട്ടപ്പോൾ ഒമാനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, സർവൈവൽ പരിപാടിയാണ്, ഇതെന്തായാലും ഒന്ന് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തത്. എന്തായാലും കുറച്ച് കഷ്ടപ്പെടുന്നുള്ള കാര്യം അറിയായിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി കൂടി. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡെസേർട്ടിലുള്ള ഒരു 15 days ഷൂട്ടിൻ്റെ അവസാനമുള്ള ഒരു 15 days ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു. അപ്പോൾ ആദ്യം മസ്കറ്റിലെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ്. ഞങ്ങൾ ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായി മാറി. ലിനു സാറിനോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഞാനൊക്കെ കംപ്ലൈന്റ് പറയുമായിരുന്നു. അതും പറയുന്നത് ലൈക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് പോലെ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അതായത് അത് നല്ലതിന് വേണ്ടിയായിരിക്കും എന്നുള്ളൊരു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അലർജിയോ എന്തെങ്കിലും ഒക്കെ? അടിക്കുക, അതല്ലാണ്ട് വേറൊന്നും ഉണ്ടായില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ പാട്ടും എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവർക്കും ഭയങ്കര റിവ്യൂ ആണ് നിങ്ങളുടെ സോങ്ങിനും ഒക്കെ കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു സർജാനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അഭിനയം? അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സർജുന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്.
അപ്പൊ അതിന് മുമ്പ് വന്ന പ്രോജക്ട്സിലൊക്കെ എനിക്ക് സർജുവിന്റെ പേരൊക്കെ വരുമായിരുന്നു. പക്ഷെ അവനും കുറേ റിജക്ട് ചെയ്തിട്ടുണ്ട്, ഞാനും റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഒരുമിച്ച് ഈ രാസ്ത എന്നുള്ള സിനിമയിൽ വർക്ക് ചെയ്തു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. താങ്ക് യു. താങ്ക് യു താങ്ക് യു. എന്തായാലും ഇവരുടെ ആദ്യത്തെ ആ ഒരു കളർഫുൾ ഒരു എക്സ്പീരിയൻസ് അവര് ഒമാൻ നല്ല കളർഫുൾ ആയിട്ട് ഇവര് ഷൂട്ട് ചെയ്ത ആ പാട്ടൊന്ന് നമുക്ക് കണ്ടാലോ. ആയിട്ടുള്ള ഒരു സോങ്. ശരിക്കും ഒരു സിനിമ ആദ്യം ക്യാമറയിൽ കൂടെ കാണുന്നത് നമ്മുടെ ക്യാമറമാനല്ലേ. സോ ഇത്രയും ബ്യൂട്ടിഫുൾ വിഷ്വൽസ് എടുത്ത നമ്മുടെ DOP വിഷ്ണു നാരായണനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഭൂമിക, അതായിരുന്നു മരുഭൂമി. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അത് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് കണ്ട് അല്ലെങ്കിൽ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സീനിനും പുറകിൽ ഓരോരോ കഥകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. എന്തായാലും എല്ലാവരും സിനിമ കാണണം. മരുഭൂമിയിൽ ഈ പറയുന്ന പോലെ കൊടുംചൂട് എന്ന് പറഞ്ഞാൽ കൊടുംചൂട്, വൈകിട്ടായ കൊടും തണുപ്പ്. അതിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അത് ആസ്വദിച്ചിരുന്നു. നല്ല രസമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമ്പോഴും അങ്ങനെയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സിനിമ കാണണം, ഗംഭീരമാവട്ടെ എന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു. വീടില്ല. ഭയങ്കര കളർഫുൾ വിഷ്വലിന് നേരെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മരുഭൂമി, കുറെ ബുദ്ധിമുട്ടുകളും. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഇത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മരുഭൂമി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ തന്നെയാണ് ഷൂട്ട് പോയിരുന്നത്. അന്നേരം ഈ പറയുന്ന പോലെ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ മരുഭൂമിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം അനീഷിനോട് പറഞ്ഞു. അനീഷും അതിനകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അന്നേരം അനീഷും ഇവരും എല്ലാം കാറിനകത്ത് കയറിയിരിക്കും, AC-യിലിരിക്കും. ഞാൻ വെളി ചൂടത്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം സംഗതി നേരെ തിരിഞ്ഞു. ഈ കാറിൽ നിന്ന് ഇവര് കഥാപരമായിട്ട് വെളിയിൽ ഇറങ്ങണമായിരുന്നു. ഇവരൊക്കെ വെയിലത്തും ഞാൻ കൊട്ടാട കീഴിൽ നിന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വന്നു. മരുഭൂമിയിലെത്തിയപ്പം വന്ന വലിയൊരു ചേഞ്ച് അതായിരുന്നു. അവര് ഈ പറയുന്ന സർജാനാണേലും അനഖയാണേലും അനീഷാണേലും അവര് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു സിനിമയുടെ ആദ്യത്തെ പ്രേക്ഷകർ എന്ന് പറയുന്നത് ആ ഒരു ക്യാമറാമാനാണ്. എല്ലാം ആദ്യം കാണുന്നതും നല്ലതാണോ ചീത്തയാണോ എല്ലാം ഒരു ക്യാമറാമാനാണ് ആദ്യം കാണുന്നത്. അങ്ങനെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഈ സിനിമ എങ്ങനെയുണ്ട്? എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെയുള്ള കുറച്ച് നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ് അവിടെ എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം ഒട്ടും ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒരു സ്ഥലമല്ല ഈ ഒമാൻ എന്ന് പറയുന്നത്. ലിനിഫായിലൊക്കെ എന്നൊന്നും പറയായിരുന്നു. ലിനിഫായി അവിടെ ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ എത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 10 ദിവസത്തോളം, ആദ്യത്തെ 10 ദിവസത്തോളം വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ ഷോട്ടും എടുത്തത്. എന്നിട്ട് ഞാൻ അനീഷ് നോക്കും, അനീഷ് സംഗതി ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് എൻ്റെ ദിവസം ഇത് എത്തിക്കഴിഞ്ഞപ്പം ലിനിഫായി എന്നെ നോക്കി ഒരു ചിരി ഉണ്ടായിരുന്നു. കിട്ടിയില്ലേ എന്ന് പറഞ്ഞൊരു ചിരി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ഷൂട്ടിങ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് മരുഭൂമിയൊക്കെ ചെയ്യാനായപ്പോഴത്തേക്കും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ലിനുഭായി അവിടെ എത്തിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. മുന്നേ അനുഷാന്റെ കൂടെ സക്കരയുടെ ഗർഭിണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തവണ വരുമ്പോഴത്തേക്കും ആക്ടർ, ഡയറക്ടർ എല്ലാ റോളും മൂപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട്? അല്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു ബേസിൽ ഒരു ടെൻഷനും എനിക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അനീഷിനെ വിളിച്ച് ചോദിക്കാം.
അനീഷും ആ ഒരു ബേസിൽ ടെൻഷൻ ഉണ്ടാകാൻ വേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വിളിക്കണം വേഗം. അതായത് അനീഷ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് അവൻ എന്നെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡയറക്ടറെ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയായ ഒരു പരിപാടിയല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ സിനിമയിൽ അഭിനയം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടെറൈനിൽ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ എന്താണ് ചലഞ്ച് ഇങ്ങനത്തെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര ചേഞ്ചസ് രാവിലെ ഭയങ്കര ചൂട്, അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ ഭയങ്കരമായിട്ടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ സിനിമയിലൊരു ഈ ഡെസേർട്ട് ലോക്ക് എന്ന് പറയുന്ന ഒരു ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ ആനിമൽസ് അല്ലെങ്കിൽ കാര്യം അതിലൊരു മെയിൻ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊടും ചൂടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിൽ ഈ മേക്കിംഗ് വീഡിയോയിലോ ട്രailerലോ കാണിക്കുന്ന സെക്കൻഡ്സ് ഒരു സാൻഡ് സ്റ്റോം എന്ന് പറയുന്നത് VFX ഉണ്ട് ഈവൻ, എന്നാലും അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കും മണിക്കൂറുകളോളം വലിയ പ്രൊപ്പല്ലർ വെച്ച് നമ്മളുടെ അടിച്ചുകൊണ്ടിരിക്കണം ഈ ഒരു ചൂട്. അങ്ങനത്തെ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകൾ ആക്ടേഴ്സിനെ ഞാൻ ഡീൽ ചെയ്യണം. നമ്മൾ ഒരു ഡയറക്ടറല്ല ജോലിയുണ്ട്, അതോടുകൂടി ഞാൻ അഭിനയിക്കുകയും ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈവൻ ഞാൻ ട്രസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ വിഷ്ണുവിനെയാണ്, നോട്ട് ആസ് എ DOP മാത്രമല്ല ആസ് എ ഫ്രണ്ട്. കാരണം ഞാനും അങ്ങനെ തമ്മിലൊരു 10-14 വർഷത്തെ ഒരു പരിചയമുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. അപ്പം അത് കാരണം എനിക്കെന്താ വേണ്ടത് കൃത്യമായിട്ട് അറിയുന്നൊരു DOP ആണ്. അപ്പം അവനറിയാം ഞാനിതായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇതാണ് സംഭവത്തുള്ളത്. മൊത്തം സൈലൻസ് ആയി. നിങ്ങളുടെ ഇത്ര പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ ഞാൻ വിചാരിച്ചില്ല. എന്തായാലും പറയണമെങ്കിൽ ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ നമ്മളിപ്പോ മാറിയുന്നു. ഞാൻ ഇത്രയും ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്ത് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 year ആയി നമ്മുടെ ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നു. ജനുവരി ഫെബ്രുവരിയിൽ ഷൂട്ട് ചെയ്തു, 10 മാസത്തോളമായി. ഇതിലെല്ലാ ദിവസവും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇമോഷണലി ഭയങ്കര ഇതിലേക്ക് പോയി. ഇപ്പം ഈ സംഭവം നടക്കും, ഓരോ ഈ വിഷ്വൽസ് കാണുമ്പോഴേ ഡെയിലി കാണുന്നതാണ് പാട്ടുകളും കാര്യം. പക്ഷെ ഞാൻ അതിൻ്റെ ഓരോ ഓർമ്മകളിലേക്ക് പോകുമ്പോഴേ ഓരോന്ന് ഷൂട്ട് ചെയ്ത് പുറത്ത് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ ഓരോ സീനിൻ്റെയും പുറകിൽ ഓരോ കഥകൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പറയാനും പറ്റില്ല. എന്തായാലും അത് ജനുവരി 5 ശേഷം പടം കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറയുന്നതായിരിക്കും പ്രോമിസ് ചെയ്തേക്കാണ്. തീർച്ചയായിട്ടും പടം ഇറങ്ങി കഴിഞ്ഞിട്ട് അത് പറയാനുള്ള ഒരു വേദി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അനീഷേട്ടൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇനിയുള്ളത് മാത്രമല്ല, നല്ല രസം കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ട് ഇപ്പൊ നമ്മൾ കേട്ടു. അപ്പൊ നമുക്ക് അതിന്റെ മ്യൂസിക് ഡയറക്ടറിനെ ഒന്ന് വിളിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തപ്പോൾ ഒരു അനുഭവം എന്നറിയാനായിട്ട് വിഷ്ണു മോഹൻ സിതാര. എല്ലാവർക്കും നമസ്കാരം. വന്നിട്ട് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിന് മുന്നേ അനീഷേട്ടന് വേണ്ടിയിട്ടുള്ള എല്ലാ മൂവിലും സോങ്സ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോ ഈ ഒരു ഭയങ്കര ഡിഫറെന്റ് ജോണറിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മള് പാട്ടും ഡാൻസും അങ്ങനെ ഒരു പൊടി സാധനം എന്നുള്ള മൂഡിലാണ് നമ്മൾ ഇരിക്കണേ. പുള്ളി പടം കൊടുത്തപ്പോ കാറ്റ്, ഡെസേർട്ട്, ഇത് മൊത്തം സീരിയസ് ആണല്ലോ. കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് എത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ വെക്കേണ്ടതെന്ന് നമുക്കൊരു നിശ്ചയമില്ല. പക്ഷെ നമ്മൾ വെച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് പല ഭാഗങ്ങളും ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അനീഷ് ഭായി ആയിട്ടുള്ള ഒരു കൊളാബറേഷനിൽ നമുക്ക് കുറച്ചുകൂടി, പിന്നെ അനീഷ് ഭായി നമുക്കറിയാം ആളുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. സ്വന്തം പാട്ട് ഒരു 2 വരി പാടാവോ? മിന്നൽ ചേരാതായി മിന്നി എന്നിൽ എന്നും നീർ ചിന്നും തുഷാരം പോലെ മെല്ലെ വന്നു നീ. വെണ്ണില പൂവിതളോ നീ കണ്ണിലെ കൺമണിയോ നീ ചുണ്ടിലേ
കാണാമോ നീ നെഞ്ചിലെ തുടിപ്പോ നീ. താങ്ക് യു സോ മച്ച്. പാട്ട് നിർത്തിയോ? ആ പാട്ട് കഴിഞ്ഞു. എല്ലാരും കൈയടിച്ച് പാട്ട് നിർത്തിയപ്പോ ഞാൻ താങ്ക്സ് പറഞ്ഞു. പാട്ട് നിർത്തുന്നില്ല. ചിറകിട്ടു കൂറും മോമൽ പ്രാവോ നിൻ വഴി വന്നു വാതിൽ ചാരെ കാറ്റിൻ മിഴികൾ അവളെ തേടും നേരമിതന്തേ നീറുന്നു നീ. ചിറകിട്ടു കുറുങ്ങും മോമൽ പ്രാവോ നിൻ വഴി വന്നു വാതിൽ ചാരെ കാറ്റിൻ മിഴികൾ അവളെ തേടും നേരമിതന്തേ നീറുന്നു നീ. ഇതിലെ സിംഗേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്തത് വിഷ്ണുവായിരുന്നു. കുറച്ച് സിംഗേഴ്സ് നമുക്ക് ഇപ്പോൾ സൂരജ് അതേമാതിരി തന്നെ അപ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻസ് നമ്മൾ ആദ്യം നോക്കിയിരുന്നു. പിന്നീട് ഗ്രാജുവലി നമ്മൾ പല ഓപ്ഷൻസ് പല സിംഗേഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇറക്കേണ്ട ഒരു സമയമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ടാണ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യം നമ്മൾ പോയത്. എല്ലാവരും ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്തു പാട്ടുകളൊക്കെ. എന്ത് ഫീൽ ചെയ്തു? സന്തോഷം. ഒറ്റ വാക്ക് എല്ലാം സന്തോഷം. താങ്ക് യു സോ മച്ച് വിഷ്ണു. ഇപ്പൊ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ ആ സൂരജ് സന്തോഷ് പാടിയ ആ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാലോ. ഇതില് മുഴുവനും ഈ സിനിമയ്ക്ക് ആശംസകൾ പറയാനായി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് വിജയ് ബാബു ചേട്ടനെ വിളിക്കണം. വിജയ് ബാബു ചേട്ടാ. ഗുഡ് ഈവനിങ് മാം. ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് എല്ലാ ഈവന്റിലും പറയുന്ന പോലല്ല. ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ്. അപ്പം അനീഷിനെ ഞാൻ സൂര്യ ടി വിയിൽ ഇരിക്കുമ്പോൾ മുല്ലമൊട്ടും മുന്തിരിച്ചാറും എന്നൊരു സിനിമ സെല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഒരു മൂവി സെല് ചെയ്യാൻ വരുന്നത്. സാറിന് പ്രൊഡ്യൂസറാണ്. അപ്പം അനീഷിനോട് പറഞ്ഞു, സാർ ഞാനാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നതും ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും. എനിക്ക് അനീഷിനോടൊരു പ്രത്യേക അനുഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യും. പക്ഷെ ഞാനന്ന് സൂര്യ ടി വി വിടാൻ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞുകൊണ്ട് ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അനീഷ് കാണാൻ വരികയും സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിച്ച് ചെയ്യുകയും അതുകൂടാണ്ട് ഈ സിനിമയിൽ അഗൈൻ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയയുടെ ഗർഭിണികൾ. പിന്നെ സർജാനോ ഇതേപോലെ 5 വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അങ്ങനെ അതിൽ നായകനായിട്ട് സെലക്ട് ചെയ്തു. അപ്പം സർജാനോയും ഞാൻ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു മോഹൻ സിത്താര. വിഷ്ണു ഇതേപോലെ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയിൽ വേൽച്ചില്ല എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞാൻ ഞങ്ങളുടെ സിനിമയിലൂടെ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനഘയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. വിഷാദ് ഭായ്, സുധീഷ് ഭായ്, എല്ലാവരും. അപ്പൊ ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പോൾ എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ അതിൽ കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കാൻ കൂടെ ചെയ്തു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലോ ഒക്ടോബറിലോ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് വിജയ് സാർ ഞാനൊരു ചെറിയ സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം. ഞാൻ പറഞ്ഞു അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യൂ, സക്രിയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതില് ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡെസേർട്ടാണ് അതാണ് ചെയ്യാം, നമുക്ക് നോക്കാം. വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു അനീഷ് മറ്റത് മറന്നുപോയോ, അഭിനയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കായിരുന്നു ദുബായ് പോകാനായിട്ട്. അതങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ. കാരണം
അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ. അപ്പം അനീഷ് എപ്പോഴും പറയും എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അത് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവരുന്ന എന്നെ അഭിനയിച്ചിരിക്കുന്ന ഇപ്പം നിഷാദ് ഭായി ഒക്കെ പറഞ്ഞ പോലെ എന്നെ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലിനെയും തല്ലി ഒടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ വീട് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാനത്. ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ അനീഷ് എല്ലാ 3-4 ആഴ്ച കൂടുമ്പോഴും ഒരു തോട്ട്, ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, ഇതെങ്ങനെയുണ്ട്, വളരെ നല്ല തോട്ടാണ്. അപ്പൊ അതില് ഇത് കാണുമ്പോ ലൈക്ക് സുധീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല, ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. ഞാൻ ഇതുപോലെ ഒരു ഡെസേർട്ടിൽ സ്റ്റക്കായി പോയിട്ടുണ്ട് ഹോൾ നൈറ്റ്. അപ്പൊ വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി. ഞങ്ങളൊരു ചെറിയ ക്രൂ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല. പിന്നെ ലിനു, ഗ്രേറ്റ് എഫേർട്ട് ലിനു, ഭാഗ്യമുള്ള ഡയറക്ടറാണ്. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സക്രിയുടെ ഗർഭിണികളും മങ്കിപ്പനും 1 വർഷമാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഷിബു 9 സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ അതിൽ 4-5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രിയുടെ ഗർഭിണികൾ. അപ്പം അത് അങ്ങനെ ഒരു ഉണ്ടാവട്ടെ. ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ. അത് കൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത 2024 മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ്. ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ല നല്ല സിനിമകൾ, കണ്ടന്റ് സിനിമകൾ. മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾ കാണും. ഇപ്പൊ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള ഈ രാസ്ത തുറന്നു കൊടുക്കട്ടെ. 2024 നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. രാസ്ത വൻ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട്, കൽബ്. അപ്പം അതിന്റെ ലോഞ്ചാണ്. ഇതുപോലെ ഒരു ഫംഗ്ഷൻ നാളെ വേറെ ഉണ്ട്. എല്ലാരും വരട്ടാ. വിളിച്ചിട്ടില്ല എല്ലാരും? കൊള്ളാം. വളരെ സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. ഭയങ്കര ഡാൻസറൊക്കെയാണ്. അടുത്ത് ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് വരട്ടെ. സിനിമയിലാണ് എന്റെ ഒരു പ്രതീക്ഷ. നാളെ ഇറങ്ങുന്ന പടത്തിൽ ഒരു 10-30 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രാഷ്ട്രീയമാണ്. മലയാള സിനിമയിൽ. അങ്ങനെ ആവട്ടെ, സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. രാസ്തയ്ക്ക് വീണ്ടും ഒരുപാട് നന്മകളും ഹിറ്റിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വിശ്വസ് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഇവിടെ നിൽക്കുന്നതാണ് അതിന്റെ ഒരു ശരി. സോ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അല്ലല്ല, നിങ്ങളുടെ വിശ്വസ് പറയാനല്ല, ബാക്കിയുള്ളവര് നിങ്ങൾക്ക് വിശ്വസ് പറയുമ്പോ നിങ്ങളുടെ പ്രസൻസ് സ്റ്റേജിലേക്ക് വേണം. ഹിറ്റ് സിനിമയായ മാളികപ്പുറത്തിന്റെ റൈറ്റർ അഭിലാഷ് പിള്ളേനെ ഞാൻ ക്ഷണിക്കുന്നു. ഇവർക്ക് ആശംസകൾ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്നെയും മാളികപ്പുറം ടീമിനെ സന്തോഷമാണ്. ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. അതിനേക്കാൾ വലിയ സന്തോഷം ഈ പടത്തിന്റെ ക്യാമറാമാൻ വിഷ്ണുവേട്ടൻ മാളികപ്പുറത്തിന്റെ ക്യാമറാമാനാണ്. അപ്പൊ അദ്ദേഹം മരുഭൂമിയിലെ പാമ്പിനെ ഒന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. കാരണം മാളികപ്പുറത്തിന് ആനയും പുലിയും കണ്ടിട്ട് ഓടാത്ത ഒരേ ഒരാൾ ക്യാമറ മാത്രമാണ്. കാരണം ക്യാമറ എത്ര രൂപ റെന്റാന്നുള്ളതും അതിന്റെ വില എത്ര എന്നുള്ളതും കൃത്യമായി അറിയാവുന്നത് അദ്ദേഹം മാത്രം ഓടിയില്ല സിനിമയില്. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസം. ഇങ്ങനെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ സത്യത്തിൽ വിഷ്ണുവേട്ട ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ സിനിമ മാളികപ്പുറത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒമാനിൽ ചെന്നപ്പം അതിൽ പങ്കെടുക്കാൻ കഴിയാതെ ഒരേ ഒരാൾ അതിന്റെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര മോശം കാണിക്കുന്നത്. അപ്പം പറഞ്ഞ അഭിലാഷം ഞാനും ഒമാനിലുണ്ട്, മരുഭൂമി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക,
ഇതിനിടയിൽ തന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അനീഷിനെ കുറേ തെറിയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അതിലൊക്കെ സോറി പറയാണ്. കാരണം ഇത്രയും വലിയൊരു റിസൾട്ടിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം വലിയ സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പം ഏകദേശം നമുക്ക് മനസ്സിലാവും ഒരു സിനിമ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഔട്ട് എന്തായിരിക്കും എന്നുള്ളത്. തീർച്ചയായും ഞാൻ പറയുന്നു, ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കാണാൻ എനിക്ക് തോന്നുന്നൊരു ട്രെയിലറാണിത്. ഉറപ്പായിട്ടും ആദ്യത്തെ ദിവസം സമയം കിട്ടിയാൽ ആദ്യത്തെ ഷോ തന്നെ ഞാൻ ഈ പടം വന്ന് കാണുകയും ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ച് ഒമാൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ എൻ്റെ ലൈഫായിട്ട് വളരെ അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒമാനിലാണ്. ഇതേപോലെ ഒരു സർവൈവൽ ത്രില്ലർ എഴുതാനുള്ള ഒരു കഥ പ്രൊമോഷൻ്റെ സമയത്ത് ഒമാനിൽ പോയപ്പോൾ എനിക്കും വിഷ്ണുവിന് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഒമാൻ ജയിലൊക്കെ കാണുന്നൊരു അവസ്ഥ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ ഒമാനിലെ റോഡിലൂടെ എങ്ങോട്ടാണെന്ന് പോകുന്ന അറിയാതെ കറങ്ങി നടന്നിട്ടുണ്ട്. ആ കഥ സിനിമയാക്കണമെന്ന് ഞാനും വിഷ്ണു പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ സർവൈവൽ ത്രില്ലേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് ഞാൻ. അപ്പം അത് എഴുതാൻ ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമ കണ്ട് ട്രെയിലർ കണ്ടപ്പം മലയാള സിനിമയിൽ ഇങ്ങനത്തെ വലിയ ഹിറ്റുകൾ ഉണ്ടാവട്ടെ. അപ്പം ഡയറക്ടറോട് ആദ്യം തന്നെ ഞാനൊരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. ഇങ്ങനൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന്. അതിനും വലിയ കൺഗ്രാറ്റ്സ് നിങ്ങളിതിൽ അഭിനയിച്ചു എന്നുള്ളതിനാണ്. ആ റിസ്ക് എടുത്തു. എനിക്ക് മനസ്സിലാകാതെ സംവിധായകനും അഭിനയിക്കുന്നുണ്ട്, ട്രെയിലറിൽ ക്യാമറമാനും നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ബാക്കി പണിയൊക്കെ ആരെ എടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രണ്ടും കൂടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചത് മാളികപ്പുറത്തിൽ ഞാൻ ചോദിച്ചത്. അപ്പം വിഷ്ണു പറഞ്ഞു റൈറ്റർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, ക്യാമറമാൻ കയറണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് മാളികപ്പുറത്തിൽ അഭിനയിച്ചത്. അപ്പം എന്തായാലും വലിയ സന്തോഷം. നമ്മുടെ കുടുംബത്തിലെ ഒരു സിനിമ പോലെ ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ആ പോസ്റ്ററിന്റെ നടുക്ക് ഞങ്ങളുടെ പട്ടടെ ഒരു കളർഫുൾ ഷർട്ടൊക്കെ ഇടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. മാളികപ്പുറത്തിന്റെ പോസ്റ്റർ ഇതുപോലെ ടി.ജി. രവിചേട്ടൻ നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് ഷർട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് അവിടെ വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ പടത്തിലും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുധീഷ് ചേട്ടനെ നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, അടുത്ത പടത്തിലേക്ക് നായികയുടെ അച്ഛന്റെ കഥാപാത്രം ഞാൻ ആലോചിച്ചിരുന്നു. കഴിഞ്ഞോടെ നിങ്ങളെ കണ്ട നിങ്ങളുടെ ലുക്ക് വെച്ച് ഞാൻ ആലോചിച്ചു. പക്ഷെ ഉറപ്പായിട്ട് കഥാപാത്രം ഞാൻ തരില്ല. കാരണം ഇത് വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ അത് തരാനായിട്ടാണ്. അപ്പം നിങ്ങളെങ്ങനെ ഓരോ തവണ കാണുമ്പോൾ ഈ ചെറുപ്പമാവുന്നെന്ന് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ ഞാൻ കണ്ടപ്പോൾ ഈ ഒരു വലിയൊരു വീതുളി കൃതാവൊക്കെ വെച്ചിട്ട് ഫുൾ നരച്ച് കണ്ണൂര് നമ്മൾ ഒരുമിച്ച് കണ്ണൂർ പോകുന്ന സമയത്ത്. അപ്പം അന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു നായികയുടെ കഥാപാത്രം ഞാൻ മാറ്റി മറ്റൊരു കഥാപാത്രം ആലോചിക്കാം. പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോരുത്തരോടും സർജാനോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ജൂൺ തൊട്ട് ഞങ്ങൾ ചെയ്ത എല്ലാ പടം ഞാൻ പറഞ്ഞു നമ്മൾ ലൊക്കേഷൻ വെച്ച് ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഉണ്ട്. പിന്നെ അനഘ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ആരാധ്യ. പുള്ളിക്കാരി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആരാധ്യക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ അഭിനയിച്ച ഓരോരുത്തർക്കും ഇർഷാദ് മറന്നല്ല കണ്ടു. അപ്പോൾ ഇർഷാദ് അടക്കം ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് ഓൾ ദ ബെസ്റ്റ്. നല്ല പാട്ടായിരുന്നു കേട്ടോ, മനോഹരമായ പാട്ടുകൾ. അപ്പൊ എന്തുകൊണ്ട് ഈ സിനിമ ഒരു വലിയ ഹിറ്റ് ആവട്ടെ. കാരണം കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന 2024 ആദ്യത്തെ സിനിമ നമ്മുടെ ഗണപതിക്ക് തേങ്ങ അടിച്ച് തുടങ്ങുന്ന പോലെ ഇതൊരു വലിയ ഹിറ്റ് ആവട്ടെ. 2024 മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യ വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇന്ന് വലിയ സന്തോഷമാണ്. ഞാനും വിഷ്ണു ഞങ്ങളുടെ അടുത്ത പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഉടനെ തുടങ്ങാൻ പോകാന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഇന്ന് വൈകിട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എല്ലാം കൊണ്ട് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. പ്രൊഡ്യൂസറുടെ മുഖത്തെ ചിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പടം നന്നായി എന്നെനിക്ക് മനസ്സിലായാണ്. ആ ചിരി കണ്ടാൽ അറിയാം. പല പ്രൊഡ്യൂസർമാരും ലോഞ്ചിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവരുടെ മുഖം കണ്ടാൽ അറിയാം പടം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. എന്തായാലും അഭിമാനിക്കാം ഒമാനിൽ പോയി ഇങ്ങനെ ഒരു പടമൊക്കെ ഷൂട്ട് ചെയ്തതിന്. അപ്പം ഞങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മുടെ മാളികപ്പുറത്തിന്റെ ഡയറക്ടറിനെയും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. കമ്പനി ഉണ്ടെങ്കിൽ എല്ലായിടത്തും ബംഗാളി പണി എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവൻ വരും. എന്നിട്ട് അവൻ പറയും എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷേട്ടൻ പറഞ്ഞല്ലോ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതാണ് സ്ഥിരം ഡയലോഗ്. അത് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് രാസ്ത. ജനുവരി 5 ഇറങ്ങുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷോയ്ക്ക് വിഷ്ണുവേട്ടൻ ഞാനും വരാം. പിന്നെ വലിയ സന്തോഷം, വിഷ്ണുവേട്ടൻ ലാസ്റ്റ് മിനിറ്റ് വിളിച്ചു, എടാ വിഷ്ണു ഇടന്നൊന്ന് വരാൻ പറ്റുമോ ചോദിച്ചു. ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, എടാ നീ മര്യാദയ്ക്ക് വന്നേ, ഇങ്ങനെ പറയുന്ന ആളായിരുന്നു സെറ്റില്. അപ്പോൾ അദ്ദേഹം വിളിച്ചു. ലാസ്റ്റ് മിനിറ്റ് അല്ല, നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വരാൻ നിൽക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ ഈ പരിപാടി അറിഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു ഫോൺ കോളാണ്, രസകരമായിട്ടുള്ളൊരു ഫോൺ കോളാണ് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. വിഷ്ണുവേട്ടൻ, ഞാൻ മാളികപ്പുറം കഴിഞ്ഞ ടൈമിൽ വിഷ്ണുവേട്ടൻ പറഞ്ഞു, വിഷ്ണു മല കയറിയ നടുവെട്ടിയിരിക്കുക, ഈ പറ്റത്തില്ല, ഈ ഇങ്ങനത്തുള്ള മലയേറ്റവും ആനയും പുലിയും അട്ടയും. ഇപ്പൊ എന്താ ഞാൻ ഒമാനിലേക്ക് പോവാ, ഇനി മുതൽ വിഷ്ണു നമ്പൂതിരിയല്ല ഷെയ്ഖ് നമ്പൂതിരി എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ആ ഡയലോഗ് പറയാനുണ്ട്, ശബരിമല എഴുതി വെക്കുന്നല്ലോ, ഇത് ഒമാനാണ് വേറെ ലെവലെന്നൊക്കെ. ഞാൻ മസ്കറ്റിൽ വരുന്ന, നമ്മുടെ മസ്കറ്റ് മാളികപ്പുറം ടീം മസ്കറ്റിൽ വരുന്ന സമയത്ത് ഞാൻ വിളിച്ചു, പക്ഷേ നമ്മള് മസ്കറ്റിൽ വരാണ്. അപ്പോൾ ഷെയ്ഖ് നമ്പൂതിരിയെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
നമ്മുടെ പുലിവാൽ കല്യാണത്തില് മറ്റേ സലീം കുമാർ വിളിക്കില്ലേ, ഹലോ എടാ ഞാൻ ഈ മരുഭൂമിയിലാണ്. എന്തായാലും മൂന്നാമത്തെ കോളില് അദ്ദേഹം പറഞ്ഞു, വിഷ്ണു നന്നായിട്ട് കഷ്ടപ്പെട്ടു, പക്ഷെ നീ കണ്ടോ, നീ കാണാത്തൊരു വിഷ്ണു നമ്പൂതിരിയുടെ ഫ്രെയിംസ് ഈ പടത്തിൽ കാണാം, ട്രെയിലറിൽ കണ്ടു. അപ്പൊ ജാനുവരി 5 മൊത്തമായിട്ടൊന്ന് കാണണം. ടീമിന് ഓൾ ദി ബെസ്റ്റ്. ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ മലയാള സിനിമയിൽ ഇനിയും വരണം. അപ്പോൾ ഈ 2024 അങ്ങനത്തെ ഉള്ള കുറെ നല്ല സിനിമകൾ വരട്ടെ. വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ് അവൻ ഇപ്പൊ ചെയ്യാൻ പടത്തിന് അടുത്ത സിനിമ സർവൈവൽ ത്രില്ലർ. അത് കാരണം അവനത് പറയുന്നത്. എനിക്ക് ഒരു വിഷ്ണുവിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അനുഭവിച്ച കാര്യമായിരിക്കും. നമ്മൾ പല ദിവസവും ടൈറ്റ് ഷൂട്ട്, കാരണം 5 മണിയാകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് ആന 4 കിലോമീറ്റർ അപ്പുറം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷൂട്ട് നിർത്തി ഞങ്ങൾ റൂമിലെത്തും. അപ്പൊ ഇന്ന് തീരാനുള്ള ഷോട്ടൂടെ നാളെ എടുക്കണമല്ലോ എന്ന ചിന്തയിലിരിക്കുമ്പോൾ ഞാനും വിഷ്ണു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു ഓടക്കുടൽ വിളി കേൾക്കാം സ്ഥിരമായിട്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പത്തനംതിട്ടയിലെ ആ ഹോട്ടലിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ താഴെയുള്ള റിസപ്ഷനുള്ളവർ പറഞ്ഞ് ഇങ്ങനെ ഒരു സൗണ്ടോടെ കേൾക്കില്ല എന്ന് പറയുന്നു. എന്റെ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ അലൈപ്പായുധ പോലത്തെ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു ദിവസം ഇറങ്ങി വരാന്തയിലൂടെ പോയി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ രാത്രി 11 മുതൽ 1 മണി വരെ ഓടക്കുഴലിൽ വായിച്ചുകൊണ്ടിരിക്കും. ഈ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ കണ്ടു അദ്ദേഹം സെറ്റിൽ ഇരുന്ന് ഓടക്കുഴലിൽ വായിക്കുന്നത്. ഇത്രയും ചൂടും ഇത് മണലെടുത്ത് എറിയുന്നല്ലേ, ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഇയാൾ ഇങ്ങനെ അത് വായിച്ചു മനസ്സിലാവുന്നില്ല. എന്തായാലും വലിയ കഴിവുള്ള ഒരു കലാകാരനാണ്. ഭാവിയിൽ ഒരു വലിയ എന്താ പറയുക നടനുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഡയറക്ടറോടും ആയിക്കോട്ടെ. താങ്ക് യു മച്ച്. നിങ്ങളുടെ ചോയ്സ് ചോദിച്ചിട്ട് ഞാൻ ഒരാളെ വിളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വിശ്വസം വരാൻ ഞാൻ ആരെ വിളിക്കണം? നമ്മുടെ പടം 5-ാം തീയതി റിലീസ് ചെയ്ത് ത്രൂ ഡ്രീം ബിഗ് ആണ്. സുജിത്തേട്ടാ പ്ലീസ്. സുജിത്തേട്ടൻ വന്നാൽ കണ്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരു 2 മാസം മുന്നെയാണ് ലിനു ഒരു ദിവസം എൻ്റെ ഓഫീസിലോട്ട് അപ്പോയിൻ്റ് എടുത്തിട്ടാണ് വന്നത്. അദ്ദേഹം വന്ന് കാണുന്ന ഒമാനിൽ നിന്ന് എത്തിയതാണ്. ഒരു ചിത്രത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു കുറേ ടൈറ്റ് ഷെഡ്യൂളാണ്, ഇപ്പോൾ എന്നൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങളെന്തായാലും പടം കാണും, പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ പടം ചെയ്യാം, ഡിസിഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹം സ്ക്രീനർ തന്നു. പടം കണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ഡെഫിനറ്റ്ലി നമ്മൾ ഈ പടം ചെയ്യുന്നു, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് തിയേറ്ററിൽ എത്തിക്കണം, ഡെഫിനറ്റ്ലി ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ എത്തണം പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് അദ്ദേഹം കണ്ടപ്പോൾ 2 സജഷൻ പറഞ്ഞു, നമുക്ക് ഇത് അറ്റ്മോസിൽ മിക്സ് ചെയ്യണം, അങ്ങനെ ഡോൾബി അറ്റ്മോസ് മിക്സും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. നമ്മൾ ഈ 5-ാം തീയതി കേരളത്തിലെ 100ഓളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം വേണം. 2024 നല്ലൊരു തുടക്കമാവട്ടെ മലയാള സിനിമയ്ക്ക് ഒന്നുകൂടെ ആശ്വസിക്കുന്നു. അതേപോലെ ഈ ചിത്രത്തിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമ്മൾ നല്ല രസമുള്ള 2 പാട്ടുകൾ കേട്ടു. അപ്പോൾ അതിൻ്റെ ലിറിസിസ്റ്റ് അൻവർ അലിയിലൂടെ ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ലിറിക്സ് എഴുതിയെന്ന് ശരിക്കും എനിക്ക് ചോദിക്കണമെന്നുണ്ട്. സോ അൻവർ അലീനെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആദ്യം കേട്ട പ്രേമഗാനം ഞാൻ എഴുതിയതല്ല, എനിക്ക് തോന്നുന്നത് ഹരിനാരായണൻ എഴുതിയതാണെന്നാണ്. അത് അതിൽ 3 ലിറിസിസ്റ്റുകളുണ്ട് ഇതിൽ. ഞാനത് കേട്ടിരുന്നു, ആ പാട്ട് കേട്ടിരുന്നു. നിങ്ങൾ ഒടുവിൽ കേട്ട ആ മരുഭൂമിയിലുള്ള തീ മണലിൽ നീർനിരയും എന്നുള്ള പാട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഈ പറയുന്ന ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഹസാർഡ്സ് ഒന്നും അനുഭവിക്കാത്ത ഏക ക്രൂ മെമ്പർ ഞാനായിരിക്കും. ചിലപ്പോൾ ഇപ്പം മ്യൂസീഷ്യൻസ് പോണ പരിപാടിയൊക്കെ ഉണ്ട് ഷൂട്ടിങ്ങിന്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ അതിൻ്റെ കൗതുകമായിട്ടത് കേൾക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ അത്തരം പണികൾ ചെയ്തിട്ടില്ലാത്ത ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് അതിൻ്റെ ഈ ഒരു സുരക്ഷിതമായ സ്ഥലത്തിരുന്ന് പാട്ട് എഴുതുന്നതാണ് ഇപ്പോഴും ഇഷ്ടം ഈ പ്രായത്തിന്. എന്നാലും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ പേര് വേറെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിഷ്ണു എന്നാണ് എനിക്കറിയാവുന്ന പേര്. എനിക്ക് വിഷ്ണുവായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കൂടെ തുടർച്ചയാണ് ഈ സിനിമയിൽ ഞാൻ എഴുതിയ പാട്ട് വാസുവിൽ.
തീർച്ചയായിട്ടും അനീഷ് ആണ് ആദ്യം വിളിക്കുന്നതെങ്കിലും വിഷ്ണുവായിട്ടുള്ള പേഴ്സണൽ അതിൻ്റെ കാര്യം വിഷ്ണുവിൻ്റെ അച്ഛൻ ഞാൻ സുഹൃത്തുക്കളാണ്. ഒരുപാട് കാലം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് പണിയെടുത്തിട്ടുള്ളവരാണ്. ആ ഒരു അപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി കാറിയിരുന്ന് പറയുമായിരുന്നു ആ കാര്യമൊക്കെ. അന്ന് വിഷ്ണു ജനിച്ച കാലത്താണ് ഞാനും മോഹൻ ചേട്ടനായിട്ട് ഒന്നിച്ച് പണിയെടുത്തിട്ടുള്ളത്. മോഹൻ ചേട്ടൻ സിനിമയിൽ പ്രശസ്തനാവുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ അതൊക്കെ അപ്പം ആ ഒരു അടുപ്പമാണ് ഈ സിനിമയിൽ എത്തിച്ചതെന്ന് ഞാൻ പറയുകയാണ്. വാസ്തവത്തിൽ 2 ബ്രീഫിംഗ് ആയിട്ട് വളരെ പെട്ടെന്ന് എനിക്കിത് എഴുതാൻ പറ്റി. അത് തന്നെ വലിയ ഒരർത്ഥത്തിൽ അത് യാദൃച്ഛികമാണ്. കാര്യം സാധാരണ ഇത്തരം സിനിമകളിൽ പെട്ടെന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ റെഷസ് ചെന്ന് കണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഡയറക്ടറുമായിട്ട് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് കഴിഞ്ഞ് പലപ്പോഴും തിരുത്തി മാറ്റിയൊക്കെ എഴുതി 2-3 തവണയൊക്കെ എഴുതേണ്ടി വരും. അങ്ങനത്തെ ഒരു വർക്കായിരിക്കും ഞാൻ വിചാരിച്ചു അനീഷിൻ്റെ ആദ്യത്തെ ബ്രീഫിംഗ് കഴിഞ്ഞപ്പോഴത്തന്നെ. പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാമത് ഇവൻ്റെ ഒരു ബ്രീഫിംഗ് കൂടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റി അല്ലേ. നമ്മൾ വളരെ പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്ത് എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയ തൃപ്തി തോന്നുന്നുണ്ട് അതിൻ്റെ ലിറിക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് നിങ്ങളത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് എനിക്കും കൂടെ കിട്ടിയതിൽ വലിയ സന്തോഷം. ഈ സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ മറ്റ് സംഗതികൾ കണ്ടതിൽ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ എൻഗേജിങ് ആയി നമ്മൾ തുടങ്ങിയാൽ അവസാനം വരെ ഒറ്റ ഇരിപ്പിന് കണ്ടിരിക്കാവുന്നൊരു സിനിമ ആയിരിക്കുമെന്ന് എൻ്റെ ഇത്രയും കാലത്ത് സിനിമ കാണലിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് വലിയ ഒരു സാമ്പത്തിക വിജയം കൂടി ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തു. പോരെ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ സാധാരണ നമ്മൾ മ്യൂസിക്കിനെ കുറിച്ചോ ലിറിക്സിനെ കുറിച്ചോ കൂടുതൽ ബോധം ഞാൻ എഴുതിയിട്ടുണ്ട്. പടങ്ങൾ സക്രിയയുടെ ഗർഭിണികൾ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. പക്ഷേ പാട്ടും എഴുതിയിട്ടുണ്ട്. സക്രിയയുടെ ഗർഭിണികളിൽ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുംഭസാരത്തിലും പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി വേറെ നിവൃത്തിയില്ലാണ്ട് വരുന്ന സമയങ്ങളിൽ എഴുതുന്നതാണ്. ആ പാട്ടുകൾ ഞാൻ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ദിവസം ട്രാവൽ ചെയ്യുമ്പോൾ കാർ ഓടിച്ചു പോകുന്ന സമയത്താണ് കമ്മട്ടിപ്പാടത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെ 1-2 പാട്ടുകൾ. അപ്പോൾ അതിൻ്റെ ലിറിക്സിൽ ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. സാധാരണ നമ്മൾ അതിൻ്റെ ട്യൂണുകൾ മാത്രമേ ഞാൻ എപ്പോഴും എനിക്ക് ക്യാച്ച് ആവുള്ളൂ. അപ്പോൾ ലിറിക്സിൽ ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കുക ഭയങ്കര രസമുള്ള കേൾക്കാത്ത വാക്കുകളും ഭയങ്കര ട്യൂൺ പോലെ തന്നെ ആ ലിറിക്സ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് ആ ഡ്രൈവിൽ തന്നെ ഞാൻ പുള്ളിയുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ടാണ് വിളിച്ചത്. എനിക്കൊന്ന് ആദ്യമായിട്ടുള്ള ആ വിളിയിൽ തന്നെ 3-4 വർഷം മുമ്പാണ്. ആദ്യമായിട്ടുള്ള വിളിയിൽ തന്നെ പുള്ളി എൻ്റെ അടുത്തൊരു 1/2 മണിക്കൂറോളം സംസാരിച്ചു. എന്തോ തിരക്കിലാണ്, വേറെ എന്തോ കാര്യത്തിലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൺ ദ വേ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് വെച്ചു. അപ്പം എനിക്ക് വേറെ പ്ലാനൊന്നും ഇല്ല, സിനിമ ചെയ്യേണ്ടതെന്നില്ല, എന്നാലും ഒന്ന് കാണാൻ പരിചയപ്പെടാൻ തോന്നിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യാനും പറ്റില്ല. ഈ പടത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ട്യൂണിൽ പുള്ളിനെ ഞാൻ സജസ്റ്റ് ചെയ്തു. വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പുള്ളിനോട് പറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ കാരണം ബാക്കിയുള്ളൊരു പാട്ടുകളല്ല എനിക്കൊരു ധാരണ ഉണ്ടാവും ആസ് എ ഫിലിം മേക്കർ ഇതിൻ്റെ വിഷ്വൽസ് ഇങ്ങനെയായിരിക്കും. അതൊരു ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ പുള്ളിനോട് പറയുന്നുണ്ടാവും. ഓഫ് ദ ഫോൺ ആയതുകൊണ്ട് ആ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ ലിറിക്സ് എഴുതി തന്ന സമയത്ത് അത് വിഷ്ണു എനിക്കത് പാടിയിട്ട് ഇങ്ങനെ കേൾപ്പിച്ച സമയത്ത് എനിക്ക് ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, ഞാൻ കേൾക്കാത്ത വാക്കുകളായിരുന്നു. ഭയങ്കര ഇമോഷണലി എനിക്ക് കണക്ട് ആയിരുന്നു ലിറിക്സ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മുമ്പ് വിളിച്ചത് എനിക്ക് കൃത്യം മുമ്പൊരിക്കലും ഒന്ന് കൂടുതൽ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. എനിക്കും ഇവിടെ വന്നതിലും നിങ്ങളെല്ലാം കണ്ടതിലും ഇത്രയും ഫിസിക്കലായ എഫർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് വിഷ്ണുവിനെ പോലെ ഒരുപക്ഷെ എൻ്റെ മകൻ്റെ പ്രായമുള്ള വിഷ്ണുവിനെ പോലെ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയതിൽ എനിക്ക് സന്തോഷം. വിഷ്ണുവായിട്ട് മുമ്പ് നല്ലൊരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സിനിമാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരാളുടെ പടമാണ്. പക്ഷേ എത്ര സിനിമകൾ പലപ്പോഴും പുറത്ത് വരാത്തത് കൊണ്ട് ആ പാട്ട് ആരും കേട്ടില്ല. ആ പാട്ട് പുറത്ത് പുറത്തു വന്നാൽ അത് യൂട്യൂബിലൊന്നും ഇല്ല. ആ പാട്ട് പുറത്ത് വരുന്നത് എന്നെക്കാളും കൂടുതൽ അവൻ്റെ കരിയറിന് ഗുണം ചെയ്യുമായിരുന്നുള്ളൂ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ആ പാട്ട് പുറത്ത് വരട്ടെ. പെങ്ങളില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സോ ഇനി വിഷസ് പറയാനായി ഞാൻ പൊന്നമ്മ ചേച്ചിനെ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷ്. ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം സക്രിയയുടെ ഗർഭിണികൾ, പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം, അങ്ങനെ അനീഷിൻ്റെ 2 പടം ചെയ്യാനുണ്ട്.
ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ഞാൻ സത്യത്തിൽ ഞാൻ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ട്രailer കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. എത്ര മനോഹരമായിട്ട് ക്യാമറ, അയ്യോ ഞാനത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോഴേ എനിക്കെന്ത് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ എത്ര എന്ത് ഇതെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശ, അനീഷെ, ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അനീഷ ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കാമായിരുന്നെന്ന്. എന്തിനാ ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട്. അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ഇപ്പോൾ നല്ല റോളുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി നേരത്തേക്ക് അഭിനയിക്കാറുണ്ടല്ലേ അനീഷിന്? നന്നായിട്ടുണ്ട്, നല്ല കൊഞ്ചനായിട്ടുണ്ട്. 2 ഹീറോ ആയ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത്. ആണോ? 2 ഹീറോ ഉണ്ടോ? 5 പേരുണ്ട്. അതിനൊരാളാണല്ലേ? അയ്യോ കലക്കി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോൾ. പാട്ടും ഇഷ്ടതെ സുഖായിട്ടിരിക്കല്ലേ? സുധീഷ്, ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുക. എന്തായാലും മറ്റേ സിതാര സാറിന്റെ മോനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഒത്തിരി സന്തോഷം. പാട്ടൊക്കെ നന്നായിരിക്കുന്നു, എല്ലാം നല്ല പാട്ടുകൾ. എന്തായാലും ഈ പടം ജനുവരി 5 റിലീസാവുകയാണ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. കാരണം മറ്റേ നമ്മുടെ വിജയ് ബാബു സാർ പറഞ്ഞ പോലെ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് ആദ്യം ഇറങ്ങുന്ന പടമാണോ? നമ്മുടെ ആണോ? നമ്മുടെ രാഷ്ട്രീയമാണോ? വേറെ സിനിമകൾ ഉണ്ടാവാം. ഉണ്ടാ എനിക്ക് തോന്നുന്നു റിലീസ് ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ഒന്നും പടങ്ങളില്ലാന്ന് തോന്നുന്നു. ഇല്ല എന്നല്ലേ? എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. നന്നായിട്ട് എന്താ പറയുക, എല്ലാവരും പോയി തിയേറ്ററിൽ പോയി ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വിജയിപ്പിക്കണം. ചെറിയ പടങ്ങളൊക്കെ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിയേറ്ററിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് വളരെ കഷ്ടകരമായ കാര്യമാണ്. 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും ഈ പടം ഓടി പ്രൊഡ്യൂസറുടെ കാശൊക്കെ തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവർക്കും അടുത്ത 2023 നമ്മുടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ 23 ഞാൻ പറഞ്ഞോട്ടെ. ഈ വർഷം 20, അതാണ് പറയാൻ വന്നേ. 23-ലെ 24 കയറിപ്പോയല്ലേ, സോറി. 23 ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് 24 നമുക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി നമ്മുടെ ഈ സിനിമയില് ഒരു നല്ല കഥാപാത്രവും ചെയ്ത നമ്മുടെ ആശ ചേച്ചിനെ ഞാൻ ക്ഷണിക്കുന്നു. അതിനെ വിളിക്കില്ലേ ചേച്ചി പ്ലീസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാസ്ത മൂവിയിൽ അഭിനയിച്ച ഞാൻ ഇൻക്ലൂഡഡ് ആണ്. എങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട അത്രയൊന്നും കഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ള വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എല്ലാവർക്കും ആശംസകൾ. ഒരു വലിയ സിനിമയായി മാറട്ടെ. അതേപോലെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലിയോ ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് ലിയോ ചേട്ടനാണ് എനിക്ക് അഭിനയം തുടങ്ങിത്തന്ന വ്യക്തി. അതുപോലെ ആദ്യമായിട്ട് എന്നെ സിനിമയെ വിളിച്ച വ്യക്തിയാണ് ഷിബു ചേട്ടൻ. ആദ്യമായിട്ട് വിജയ് ചേട്ടൻ്റെ സിനിമയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള ഒരു വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട്, മീഡിയ സുഹൃത്തുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. സുധീഷ് ചേട്ടൻ പോലെ ഞാൻ സുധീഷ് ചേട്ടൻ്റെ വൈഫായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി, പൊന്നമ്മ ചേച്ചി, വേണു അങ്കിൾ, പിന്നെ അനീഷിൻ്റെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലധികം വലിയ ക്യാരക്ടറൊന്നും അല്ല. എങ്കിൽ പോലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ദൈവമേ ഇതിനകത്ത് വലിയ ക്യാരക്ടറാണ്, ഞങ്ങളൊക്കെ പെട്ടുപോയതിന് അത്രയ്ക്ക് ഇവർ എഫോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എഫോർട്ടിന് ദൈവം തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം തരുമെന്ന് ആശംസിക്കുന്നു, തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഒമാൻകാരിയാണ്. 18 വർഷമായിട്ട് ഞാനൊരു ഒമാൻ റെസിഡൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം ഒമാനിൽ ഇത്രയും വലിയൊരു സിനിമ ഷൂട്ടിംഗ് നടന്നെന്ന് അറിഞ്ഞപ്പോൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. ലിയോ ചേട്ടൻ 1-2 വാക്കൊന്നും പറയാമോ? ലിയോ ചേട്ടനെ ഞാൻ ജോസാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പരിചയപ്പെട്ടാണ്. അതിനുശേഷം ലിയോ ചേട്ടൻ ആദ്യത്തെ 2 സിനിമകളിൽ അസോസിയേറ്റ് ആയിരുന്നു. എൻ്റെ ഒരു ഗുരുവാണ്. അപ്പം ലിയോ ചേട്ടൻ്റെ ഗുരുവിന്റെ ആശംസകൾ ഉറപ്പായിട്ടും വേണം. വളരെ സന്തോഷം. എനിക്കിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു എനർജി തരുന്ന അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കൾ ആശ, സുധീഷ്, എല്ലാവരും, ഇർഷാദ്, അനീഷിനെ വളരെ കാലം മുമ്പ് മുതൽ അറിയാം. അനീഷ് ഇടയ്ക്ക് സിനിമ ഒരു പടം അസിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് ദുബായിൽ ചെന്ന്
ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിയായിരുന്നു, നമ്മളുടെ സിനിമ എപ്പോൾ തുടങ്ങും, സിനിമ എപ്പോഴാണ് തുടങ്ങാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ അനീഷ് കണ്ട സമയം ദുബായിൽ തന്നെ വെച്ചിട്ടായിരിക്കും. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനീഷ് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം ഇവിടെ വരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അനീഷ്. അനീഷിന്റെ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അനീഷിന്റെ വന്ന വഴി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരാള് ഞാനാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന സാൻസ് ടക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ അതുപോലുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ ഞാൻ കണ്ടതാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, പലരും പല എലമെന്റുകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു യൂണിവേഴ്സൽ തീമാണ് ഈ സിനിമയുടെ. ആർക്കും ഏത് രീതിയിലും ഏത് രാജ്യക്കാരനും ഒക്കെ ഐഡന്റിഫൈ ആവുന്ന ഒരു തോട്ട് ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പൊ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും. അനീഷിന്റെ ഈ സിനിമയിൽ അഭിനയം വളരെ നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ അനീഷിന്റെ ബ്രദർ. അതിന്റെ എഡിറ്റ് വാസ് വെരി നൈസ്. ഞാൻ അനീഷിനെ അന്ന് സിനിമ കണ്ടപ്പോഴും ഇപ്പോഴും ഞാനത് പറഞ്ഞു, എഡിറ്റ് വളരെ 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 പ്രിസൈസ് ആയിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ടു ദി എൻ്റയർ ക്രൂ. താങ്ക് യു സോ മച്ച്. ഒരു ശിവചേട്ടൻ അല്ല, ഒരു മിനിറ്റ് ശിവട്ട വിളിക്കും, എന്തായാലും വിളിക്കും. ഞാനേ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എനിക്കൊന്ന് പറയണമെന്നുണ്ട്. ഇതെൻ്റെ വളരെ ഇൻറ്റൻസ് ആയിട്ട് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എൻ്റെ ബ്രദറാണ് ഈ പടം എഡിറ്റ് ചെയ്തത്. എൻ്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. അപ്പം അവൻ്റെ ഒരു വെച്ചാൽ നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം എൻ്റെ ഫ്ലാറ്റിൽ നിന്നിട്ട് ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും വർക്ക് ചെയ്തിട്ടാണ്. അപ്പം അപ്പു എന്നാണ് വിളിക്കുക, അഫ്തർ എന്നോടാണ്. അപ്പോൾ എനിവേ അവന് എന്തെങ്കിലും രണ്ടു പേർക്ക് സമയം പേടിയാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എൻകറേജ് ചെയ്യാം. എനിക്ക് വേണ്ടി ചുമ്മാ പറഞ്ഞിട്ടോ, പേടിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞു സംസാരിക്കണമെന്നൊക്കെ എല്ലാവരും എല്ലാവരുടെ അഭിപ്രായവും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. ഒരു വലിയ പടമാണ്. എനിക്ക് തോന്നുന്നു ഈ പടം ഏറ്റവും കൂടുതൽ തവണ കണ്ടത് ഞാനായിരിക്കാം. പക്ഷേ അപ്പോൾ ഇന്നലെ ക്യൂബിൽ കയറി പടം ഭയങ്കര ഹാപ്പിയാണ്. സ്പെഷ്യലി പറയാണെങ്കിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനുള്ളിൽ. എനിക്ക് കൂടുതലും അടുപ്പം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരാണ്. പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ ലിജു പ്രഭാകർ, ഇതിൻ്റെ കണ്ടിസ്റ്റ് നമ്മൾ ഡി എ ചെയ്ത ലിജു ചേട്ടൻ, പിന്നെ ഇതിൻ്റെ മിക്സ് ചെയ്ത നമ്മുടെ ജിജു ചേട്ടൻ, പിന്നെ രാജു ചേട്ടൻ, പിന്നെ ജുബിൻ ചേട്ടൻ, ഇതിൻ്റെ CG വർക്ക് ചെയ്ത സുബിൻ ചേട്ടൻ. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ബാക്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ബാക്കിലേക്ക് വർക്ക് ചെയ്തത്. എനിക്കതൊന്നുമല്ല ചോദിക്കാനുള്ള, എങ്ങനെയാണ് ചേട്ടൻ്റെ അഭിനയം? ഏറ്റവും കൂടുതൽ തവണ സിനിമ കണ്ടുവരുന്നു. കൊള്ളാം. ഒരുപാട് സീനും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആള് നല്ല രീതിയിൽ എഫേർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറാണോ? നല്ല ഡയറക്ടറാണോ? നല്ല ആക്ടറാണോ? നല്ല ഡയറക്ടറാണ്. ആക്ടറാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകണല്ലേ? തീരെ പേടിയില്ല, മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ അപ്പു എന്നാണ് വിളിക്കുന്നത്. ഒരു എഡിറ്ററിനെക്കാട്ട് കൂടുതൽ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക കോ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയും. കാരണം അത്രയും തുടങ്ങിയ അന്ന് തൊട്ട് പുള്ളി പോകാത്ത മേഖലകളില്ല. എഡിറ്റർ മാത്രമല്ല, കോസ്റ്റ്യൂം വരുമ്പോൾ ഞാൻ പറയും, അപ്പു എടാ ഒന്ന് സഹായിക്കടാ കോസ്റ്റ്യൂം. സർജാനുവിന് വയ്യ, എടാ അപ്പു ഒന്ന് സഹായിക്കടാ. അന്ന് തൊട്ട് ഇന്നലെ നമ്മൾ ക്യൂബിൽ പോകുന്നവരെ ഒരു പ്രൊഡക്ഷന്റെ പാർട്ട് തന്നെ ഞാൻ പറയും. അത് വളരെ സപ്പോർട്ടായിരുന്നു. കൂടെ നിന്നതിന് നന്ദി. താങ്ക് യു. പൂനെയായിരുന്നു അപ്പൊ ആദ്യം വിളിക്കേണ്ടിയിരുന്നത്. താങ്ക് യു സോ മച്ച്. നന്ദി. നമസ്കാരം. അനീഷുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ പടം കണ്ടതാണ്. DAയിൽ ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചു വരുത്തി നമ്മുടെ അഭിപ്രായമൊക്കെ സ്വരൂപിച്ചിരുന്നു. വളരെ സന്തോഷം. കാരണം അനീഷിൻ്റെ ഒരു പടം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തതാണ്. അതിലുപരി ഓരോ സിനിമകൾ
ഇങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ എന്നെ വിളിക്കും, അതിൻ്റെ സബ്ജക്റ്റുകൾ പറയും. അതുപോലെ ഈ പടം ഇങ്ങനെ ഒമാനിലെ ഷൂട്ടിംഗ് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് മുതൽ അതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു പലതവണ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ തന്നെ അനീഷ് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ഇതൊരു യൂണിവേഴ്സൽ സിനിമയാണ്. യൂണിവേഴ്സൽ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കിത് തിയേറ്ററിക്കൽ സിനിമ തന്നെയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. കാരണം അത്ര എഫർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമറമാൻ വിഷ്ണുവിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഡെസർട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ പറയുന്ന പ്രൊപ്പലർ വെച്ചൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മണല് വളരെ ശക്തമായിട്ട് വന്ന് വീഴും. അതെല്ലാം തരണം ചെയ്തും ആ വെയിലെത്തും. കാരണം അല്ലാതെ വിഷ്ണുവോടൊപ്പം ഞാൻ കുറേ സിനിമകൾ വർക്ക് ചെയ്തതാണ്, ആട് 1, ആട് 2. അങ്ങനെ വിഷ്ണുവിൻ്റെ എനിക്ക് തോന്നുന്ന ജനമൈത്രി, അങ്ങനെയൊക്കെ വിഷ്ണുവിൻ്റെ എല്ലാത്തരം സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സിനിമയാണ്. അനീഷിൻ്റെയും ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്നത് ഇതൊരു വേറിട്ട സിനിമയാണ്. അത് ഇത് നിർമ്മിക്കാൻ ലിനുബായി തയ്യാറായത് വളരെ സന്തോഷം. കാരണം നമ്മളിപ്പോ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, അത് ഉറപ്പാണ്. അതിനുള്ളൊരു അംഗീകാരം അടുത്ത വർഷം ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് നമുക്ക് അടുത്ത വർഷങ്ങളിലെ പല അവാർഡുകൾ വരുമ്പോഴും ഒക്കെ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരിക്കും. പിന്നെ സർജാനോന് നമ്മുടെ സ്കൂളിൽ കൂടെ വന്നതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അനഘയുടെ അച്ഛൻ ഞങ്ങളുടെ എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്തതാണ്. ആശ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പരിചയക്കാരാണ്. പ്രൊഡ്യൂസർ ഇത്രയധികം കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നല്ലതാണ്, അതിൽ എനിക്ക് തോന്നുന്നത്. കാരണം പല പ്രൊഡ്യൂസേഴ്സും കഷ്ടപ്പാട് അറിയാറില്ല, സിനിമ എടുക്കുമ്പോൾ പൈസ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പതിവ്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു ഡയറക്ടറും മറ്റുള്ള ക്രൂവും എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പ്രൊഡ്യൂസർ ആ സിനിമയെ പറ്റി കുറച്ചധികം ഇൻവോൾവ് ആകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സിനിമയിൽ ആ ലൊക്കേഷനിൽ വെച്ച് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അത് നല്ലതാണ്. അത് ഇപ്പോൾ പല സിനിമകൾക്കും ഇല്ലാതെ കുറച്ച് പൈസ കൊടുത്ത് പ്രൊഡ്യൂസേഴ്സ് വേറെ എവിടെയെങ്കിലും പോയിരിക്കും. യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസറാണ് ആദ്യത്തെ ക്രിട്ടിക് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരാണ് ആദ്യം സിനിമയുടെ കഥ കേൾക്കുന്നത്, ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ള. അങ്ങനെ നല്ല പ്രൊഡ്യൂസേഴ്സ് നല്ല കഥകൾ കേട്ട് ചെയ്യുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുക. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ വർഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല സിനിമകൾ ഏറ്റവും നല്ല ക്രിറ്റിക്കായ പ്രൊഡ്യൂസറോട് കൂടെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രത്യേകിച്ച് നന്ദി അനീഷിനും മറ്റെല്ലാവർക്കും നന്ദി. അടുത്ത ന്യൂ ഇയറിൽ ഇത് വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമ്മൾ നേരത്തെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടു സൂരജിന്റെ. സൂരജ് വരാൻ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. സൂരജ്, നമസ്കാരം. ആദ്യം ക്ഷമ ചോദിക്കുന്നു, ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. ഞാൻ കൊച്ചിയിൽ താമസിക്കുന്ന ഒരാളല്ല, കൊച്ചിയിലെ ട്രാഫിക് ആദ്യമായിട്ടാണ് കിട്ടിയത്. അപ്പം നന്നായിട്ട് കിട്ടി, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയി. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. സൂരജിന്റെ സോങ് ഞങ്ങൾ കുറച്ചു നേരത്തെ സൂരജിന്റെ ആബ്സെൻസിൽ ഒന്ന് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ വിളിച്ചിട്ട് സ്റ്റേജ് കയറ്റിയാണ്. ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പാടുമ്പോൾ? ഇതിന്റെ കഥ കുറെയൊക്കെ അറിയാമായിരിക്കുമല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ഒരു ഫീൽ? പാട്ടുണ്ടാക്കിയ കംപ്ലീറ്റ് വന്നിരിക്കുന്നേക്കാണ് വിഷ്ണു ആണ് അതിന്റെ അരുൺ മോഹൻ സിത്താര, പേര് മാറ്റി പറയുന്നില്ല, അരുണാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് പോകുന്നത്. ഞാൻ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ബേസിക്കലി വിഷ്ണു നല്ല ധാരണ ഉണ്ടായിരുന്നു എന്താണ് പാടേണ്ടത്, എങ്ങനെയാണ് വരേണ്ടതിനെ പറ്റിയിട്ട്. അറ്റ് ദ സെയിം ടൈം വിഷ്ണു വളരെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എന്താണ് പാടാം, നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാനൊക്കെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഇറ്റ്സ് കംഫർട്ടബിൾ ആണ് വിഷ്ണുവായിട്ട് വർക്ക് ചെയ്യാൻ. അതുകൊണ്ട്
ഈ പാട്ട് നന്നായി വന്നു വിശ്വസിക്കുന്നു. പിന്നെ അൻവർക്കയുടെ വരികൾ, അൻവർ സംസാരിച്ചപ്പോൾ എന്റെ പേര് പറഞ്ഞതല്ലേ, അൻവർക്കയുടെ വരികളിൽ ഞാൻ തമാശ പറഞ്ഞതാണ്, അവിടെ വർക്കയില്ല. അൻവർക്കയുടെ വരികൾ വീണ്ടും ഒരു മുന്നേ പാട്ട് പാടിയിട്ടുണ്ട്, വീണ്ടും ഒരു പാട്ട് പാടാൻ പറ്റിയ സന്തോഷം. ഇതൊക്കെയാണ് ഓവറോൾ എക്സ്പീരിയൻസ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ റെക്കോർഡിംഗ് സമയത്ത് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കഥയെ പറ്റിയിട്ടൊക്കെ തന്നെ കൃത്യമായി ബ്രീഫിംഗ് ഒക്കെ തന്നിരുന്നു. അപ്പം നല്ലതാണ്, മൊത്തത്തിൽ പാട്ട് നന്നായി വന്നു, എല്ലാവരും കേൾക്കുന്നു എന്നറിയുന്ന സന്തോഷം. സൂരജിന് ഓൾറെഡി ഞങ്ങൾക്കൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് കേട്ടോ. സൂരജ് ഭായ് പാട്ട് പാടുമ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്, ഇത് എങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഓൺ ദി സ്പോട്ടിന് നമ്മൾ ഇംപ്രവൈസ് ചെയ്യണം. പല ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആഡ് ഓൺ ചെയ്ത് നമുക്ക് ഒരു ക്രിയേറ്റീവ്, നമ്മൾ ആ ഒരു സ്പേസ് അടിപൊളിയായിരുന്നു. നമ്മൾ 1-2 മണിക്കൂർ കൊണ്ട് ചെയ്തല്ല, നമ്മളൊരു 4-5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്തിട്ട് സ്പേസ് തന്നെ പലരും തരാറില്ല. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടിയോടെ കഴിഞ്ഞ് ഡിന്നറുണ്ട്, എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോകാം.